അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മഹാനായ ഇബ്നു അത്വാഇല്ലാഹി സിക്കന്ദരി റഹിമഹുല്ലാഹ് തങ്ങളുടെ ഹിക്മ അത്വാഇയ്യ അടുത്തൊരു ഹിക്മത്തിലേക്ക് പ്രവേശിക്കാം. റുബ്ബമാ റുസിഖൽ കറാമ മൻ ലം തക്മുൽ ലഹുൽ ഇസ്തിഖാമ. ചിലപ്പോൾ കറാമത്ത് നൽകപ്പെട്ടേക്കാം. ആർക്ക്? മൻ ലം തക്മുൽ ലഹുൽ ഇസ്തിഖാമ. ഇസ്തിഖാമത്ത് പൂർത്തിയാകാത്ത, പൂർണ്ണമാകാത്ത ആൾക്ക് തന്നെ കറാമത്ത് നൽകപ്പെട്ടേക്കാം എന്നുള്ളൊരു ഹിക്മത്ത് തസവുഫിൻ്റെ അല്ലെങ്കിൽ സൂഫികളുടെ ഘട്ടങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഉന്നതി, കമാലിയത്ത് അത് എത്രത്തോളമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ അടയാളം എന്താണ് എന്നതിലേക്കൊക്കെ സൂചന നൽകുന്ന ഒരു ഹിക്മത്താണ്. അപ്പോൾ നമ്മൾ സാധാരണ പറയാറുള്ളതാണ്, കറാമത്ത് എന്നുള്ളത് ഒരു മനുഷ്യനുണ്ടാകാം. അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തായി ഉണ്ടാകുന്ന പോലെ അത്ഭുത സംഭവങ്ങൾ കറാമത്തായിട്ടുണ്ടാകാം. അത് ജീവിതകാലത്തും ഉണ്ടാകാം, മരണത്തിന് ശേഷവും ഉണ്ടാകാം. അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തായിട്ട് എന്തെല്ലാം ഉണ്ടായോ അതെല്ലാം ഔലിയാക്കൾക്ക് കറാമത്തായിട്ട് ഉണ്ടായേക്കാം എന്നൊക്കെ നമ്മൾ സാധാരണ അഹ്ലുസുന്നയുടെ ആശയമായിട്ട് പറയാറുണ്ട്. അപ്പോൾ ഈ കറാമത്ത് എന്നുള്ളതാണോ പൂർണ്ണതയുടെ അടയാളം? അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ റുബ്ബമാ റുസിഖൽ കറാമ, കറാമത്ത് നൽകപ്പെട്ടേക്കാം. മല്ലം തക്മുൽ ലഹുൽ ഇസ്തിഖാമ, ഇസ്തിഖാമത്ത് പൂർത്തിയാകാത്ത ഒരാൾക്കും. ഇസ്തിഖാമത്ത് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഹുബ്ബ്, ഉബൂദിയത്ത്, ഇതിലെല്ലാം ഒരു പരമകാഷ്ഠ പ്രാപിക്കുന്ന, ഉന്നതി കൈവരിക്കുന്ന ഒരു സന്ദർഭം അല്ലേ? അതാണ് ഇസ്തിഖാമത്ത്. യഥാർത്ഥ പാതയിൽ ഇങ്ങനെ സഞ്ചരിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ ഇസ്തിഖാമത്ത് യഥാർത്ഥ രൂപത്തിലാകുക എന്നുള്ളത് ദുസ്സാധ്യമാണ്. കാരണം എത്ര ആയാലും അള്ളാഹുവിലേക്ക് ഉയർന്നുകൊണ്ടേയിരിക്കുന്ന, അടുത്തുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥയാണ് ഒരു മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇസ്തഖീമു വലൻ തുഹ്സു എന്നുണ്ടല്ലോ. നിങ്ങൾ ഇസ്തിഖാമത്ത് ചെയ്തോളി, വലൻ തുഹ്സു, അത് നിങ്ങൾക്ക് അതിന് സാധിക്കൂല എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് സാധിക്കൂല. എത്രത്തോളം നിങ്ങൾക്ക് സാധിക്കുമോ അത്രത്തോളം നിങ്ങൾ അള്ളാഹുവിനെ വഴിപ്പെട്ട് അതിനനുസരിച്ച് ഹുദൂറുൽ ഖൽബ് ഉണ്ടാക്കി അങ്ങനെ അള്ളാഹുവിലേക്ക് എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഇന്തിഹ ഇല്ലാത്ത, അറ്റമില്ലാത്തൊരു കയറ്റമാണ് യഥാർത്ഥത്തിൽ ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ പൂർണ്ണതയിൽ എത്തണം എന്നില്ല മനുഷ്യന് കറാമത്ത് ലഭിക്കണമെങ്കിൽ. കറാമത്ത് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇക്റാമു മിൻ അല്ലാഹ്, അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള ഒരു ഇക്റാമാണ്, ഒരു ബഹുമാനമാണ്. അപ്പോൾ അത് ചിലപ്പോൾ ഒരു മനുഷ്യന് അള്ളാഹുവിലേക്ക് ത്വാഅത്തിലുമായിട്ട് മുന്നിട്ടു. നമ്മൾ മുമ്പൊക്കെ സംസാരിച്ചതാണ്, പല ഘട്ടങ്ങളുണ്ടാവും. ഇതുവരെ വഴികേടിലുണ്ടായിരുന്ന ഒരാൾ ആ വഴികേടിൽ നിന്നൊക്കെ മാറി ത്വാഅത്തിൻ്റെ മാർഗം സെലക്ട് ചെയ്തു, നന്മയുടെ മാർഗം സെലക്ട് ചെയ്തു. ആ നന്മയുടെ മാർഗത്തിലൂടെ സഞ്ചാരം തുടങ്ങിയാൽ അങ്ങനെ ഓരോ ഘട്ടങ്ങളിങ്ങനെ കഴിഞ്ഞു. ഹറാം ഉപേക്ഷിച്ചു, സംശയമുള്ള ഹലാലുകളും ഉപേക്ഷിച്ചു, അങ്ങനെ കറാത്ത് ഉപേക്ഷിച്ചു, അങ്ങനെ പൂർണ്ണതയിലേക്ക് എത്തും. അപ്പോൾ ഈ അവസ്ഥയിലൊക്കെ അവന് കറാമത്ത് നൽകപ്പെട്ടേക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങോട്ടുള്ള ഫضൽ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ നൽകിയേക്കാം എന്നാണ് ഈ പറഞ്ഞത്, ഇസ്തിഖാമത്ത്. അപ്പോൾ ഈ കറാമത്ത് എന്നുള്ളത് എന്തിൻ്റെ അടയാളമല്ല? പൂർണ്ണതയുടെ അടയാളമല്ല. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ഉണ്ടാകേണ്ടത് ഇസ്തിഖാമത്താണ്. അൽ ഇസ്തിഖാമ ഖൈറും മിൻ അൽഫി കറാമ എന്നൊക്കെ പറയാറില്ലേ? അപ്പോൾ കറാമത്ത് ഉണ്ടാവുക എന്നുള്ളതിനല്ല ഒരാളുടെ പ്രാധാന്യം. ഒരാൾ മരണപ്പെട്ടാൽ, ഒരു മുഅ്മിൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മുഅ്മിൻ മരണപ്പെട്ടാൽ അവനെ അളക്കേണ്ടത് കറാമത്തുകൾ കൊണ്ടല്ല, ഇസ്തിഖാമത്ത് കൊണ്ടാണ്. ആ ഇസ്തിഖാമത്ത് എന്നുള്ളതാണ് അളവുകോൽ. അപ്പോൾ അത് എത്രത്തോളം സാധിച്ചു ഒരു മനുഷ്യന് തൻ്റെ ജീവിതകാലത്ത്, എന്തായാലും അവൻ്റെ ജീവിതകാലത്ത് അവൻ എങ്ങനെയാണ് ജീവിച്ചത് എന്നുള്ളത് നോക്കിയിട്ടാണ് അവൻ്റെ മരണം വിധിക്കേണ്ടത് എന്നുള്ളതാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു സമയമോ നിമിഷമോ നോക്കിയിട്ടല്ല, മറിച്ച് അവൻ്റെ ജീവിതം ഇസ്തിഖാമത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത്. ഈ ഇസ്തിഖാമത്തിനേക്കാൾ വലുതാണ് ഈ കറാമത്ത് എന്നുള്ളത്. കറാമത്തിനേക്കാൾ വലുതാണ് ഇസ്തിഖാമത്ത്. അപ്പോൾ കറാമത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു മുഅ്ജിസത്തിനെ പോലെ തന്നെയാണ്.
പക്ഷേ വ്യത്യാസം, നബിക്ക് നൽകപ്പെടുന്നതാണ് കറാമത്ത്, മുഅ്ജിസത്ത്, വലിയന് നൽകപ്പെടുന്നതാണ് കറാമത്ത്. നുബുവത്തിൻ്റെ വാദം ഉണ്ടാവും മുഅ്ജിസത്തിൽ, കറാമത്തിൽ അത് ഉണ്ടാവില്ല. തുടങ്ങി ഈ നേരത്തെ പറഞ്ഞ കറാമത്ത് ഇക്റാമാണെന്നുള്ളത്. ഇതൊന്നും അല്ലാത്ത മറ്റൊരു രൂപമുണ്ട്, ഇസ്തിദ്റാജ്. നമ്മൾ സാധാരണ പറയുന്ന എങ്ങനെ ഒരു വഴിക്ക് നന്മയും ചെയ്യാത്ത വഴിക്കേടിൽ മാത്രം ജീവിക്കുന്ന ഒരാളിലേക്കും ചിലപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും അത്ഭുത സിദ്ധികളോ മറ്റോ ശൈത്വാനിയായ എന്തെങ്കിലും കഴിവുകളൊക്കെ നൽകപ്പെട്ടേക്കാം, തന്നേക്കാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയേക്കാം. അതിന് ഇസ്തിദ്റാജ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ അതൊരു വഞ്ചിതനാകുന്നതിൻ്റെ അടയാളമാണ്. അതല്ല ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് അവന് കൂടുതൽ, അപ്പോൾ അത്തരം അത്ഭുതങ്ങളൊക്കെ കാണിച്ചാൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ ആളുകൾ കൂടും, ആളുകളെ പറ്റിക്കാൻ ഇയാൾക്ക് സാധിക്കും. അതിനൊരു മാധ്യമമായിട്ട് അവൻ ഇതിനെ ഉപയോഗിക്കും, ഈ അത്ഭുത സിദ്ധികളെ ഉപയോഗിക്കും. അപ്പോൾ ആ വഴികേട് അധികരിക്കാനുള്ളൊരു വഴിയായിട്ടാണ്, മാധ്യമമായിട്ടാണ് ഇസ്തിദ്റാജ് വരിക. ഓക്കെ, ഒരു 3 രൂപങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഇസ്തിഖാമത്ത് ഇല്ലാത്ത ആൾക്കും കറാമത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു ഇസ്തിഖാമത്ത് ഇല്ലാത്തവരാണ് ഇസ്തിഖാമത്ത് പൂർണ്ണതയിലേക്ക് എത്താത്ത അല്ലേ. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ തസൂഫിൻ്റെ ഭാഗത്തിൽ തന്നെ ഭാഷയിൽ തന്നെ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ സാലിക്ക് എന്നൊക്കെ പറയില്ലേ, ഒരു ത്വരീഖത്തിലേക്ക് പ്രവേശിച്ച് അതിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നൊരു മനുഷ്യൻ, തസൂഫിൻ്റെ ഇസ്തിലാഹില്ലാതെ തന്നെ ഒരു മനുഷ്യൻ തൻ്റെ സാധാരണ ജീവിതത്തിലൂടെയൊക്കെ ഇബാദത്തും മറ്റായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നൊരു മനുഷ്യൻ. അപ്പോൾ എല്ലായിടത്തും നമ്മൾ പറയുന്ന പോലെ അള്ളാഹുവിൻ്റെ ഫضൽ കാരണത്താലാണ്. പറഞ്ഞാൽ ഇദ്ദേഹത്തിന് പൂർണ്ണത ഒന്നും എത്തിയിട്ടില്ല, എന്നിട്ടും അള്ളാഹു ഇവനെ ഇക്റാം ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ ഫضൽ നൽകുന്നു, അള്ളാഹുവിൻ്റെ ഹുബ്ബ് അല്ലേ, യുഹിബ്ബുഹും വയുഹിബ്ബൂന. മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു, അതേപോലെ അള്ളാഹു ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നു. അള്ളാഹുവിൻ്റെ ഇങ്ങോട്ടുള്ള ഇഷ്ടമായിരിക്കും കൂടുതൽ അല്ലേ. എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. നിങ്ങൾ എന്നോട് ഒരു വിരലെടുത്താൽ ഞാനൊരു ചാണെടുക്കും അല്ലേ, അങ്ങനെ അള്ളാഹുവിൻ്റെ ഇത് പറഞ്ഞിട്ടല്ലോ. ഞാൻ ആരെങ്കിലും നടന്ന് എൻ്റെ പക്കലേക്ക് വന്നാൽ അതീതുഹു ഹർവലത്തൻ, ഞാൻ ഓടി അദ്ദേഹത്തിൻ്റെ അയാളിലേക്ക് എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അള്ളാഹുവിൻ്റെ ഹദീസുകൾ. ആരെങ്കിലും എന്നെ ഓർത്താൽ ഞാൻ അവനെ ഓർക്കും, ആരെങ്കിലും കൂട്ടമായിട്ട് എന്നെ ഓർത്താൽ അതിനേക്കാൾ വലിയ നല്ല സംഘത്തിൽ ഞാൻ അവനെ ഓർക്കും. അങ്ങനെ തുടങ്ങിയിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹബ്ബത്താണ് അത് ജയിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു മഹബ്ബത്ത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഒരു മനുഷ്യൻ മനസ്സിലാക്കിയെടുക്കേണ്ടത്, മുഅ്മിൻ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇങ്ങനത്തെ കറാമത്ത് അതിൽ വഞ്ചിതനാവുക എന്നുള്ളതല്ല, അള്ളാഹു എനിക്ക് നൽകിയ ഒരു കറാമത്താണ്, ഇത് ഇക്റാമാണ് എന്നുള്ള രൂപത്തിൽ അതിനെ ശുക്റും സിയാദത്തുൽ അമലുമാണ് അവന് പ്രേരകമായിട്ട് വരേണ്ടത് ഇതുവഴി. പിന്നെ റുബ്ബമാ റുസിഖൽ കറാമ മല്ലം തക്കുമുല്ലഹുൽ ഇസ്തിഖാമ എന്നുള്ളിടത്ത് ചില ശാരിഹ്യങ്ങൾ ഇങ്ങനെയും പറഞ്ഞത് കാണാം. ഈ കറാമത്തോട് ഉദ്ദേശം ഇസ്തിദ്റാജാണ്. അപ്പോൾ നമ്മൾ പറയാറില്ലേ സാധാരണ റുബ്ബമാ റുസിഖൽ കറാമ മല്ലം തക്കുമുല്ലഹുൽ ഇസ്തിഖാമ എന്ന് പറഞ്ഞാൽ കറാമത്തുകൊണ്ട് ഒരാളും വിധിക്കാൻ പാടില്ല. കറാമത്ത് എന്നുള്ളത് അല്ലെങ്കിൽ അത്ഭുത സിദ്ധി എന്നുള്ളത് ആർക്കുണ്ടാവാം, ഏത് വഴി പിയച്ച ആൾക്കുണ്ടാകാം എന്നുള്ള രൂപത്തിൽ. നമ്മളിപ്പോൾ പറഞ്ഞത് അങ്ങനെയല്ല. നമ്മളിപ്പോൾ പറഞ്ഞത് കമാലിയത്തിലേക്ക് എത്താത്ത ഒരു നല്ല മുഅ്മിന് തന്നെ കറാമത്ത് സംഭവിക്കാം, സാധാരണ കറാമത്തുകളൊക്കെ സംഭവിക്കാം എന്നുള്ളതാണ്. ഈ പറഞ്ഞത് ഇസ്തിദ്റാജ് എന്നുള്ളത് വെക്കുകയാണെങ്കിൽ ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞത് വഴികേടിൻ്റെ അടിയാളാണല്ലോ. അപ്പോൾ ഈ അത്ഭുത സിദ്ധികൾ എന്നുള്ളത് ആർക്കുണ്ടാകാം, ഒരു ഇസ്തിഖാമത്തുമില്ലാത്ത അല്ലെങ്കിൽ ഒരു നന്മയും ചെയ്യാത്ത ആളുകൾക്കും എന്തുണ്ടായേക്കാം, അത്ഭുത സിദ്ധികൾ ഉണ്ടായേക്കാം. അതെന്തായിരിക്കും, ഇസ്തിദ്റാജായിരിക്കും. അങ്ങനെ വെച്ച ശാരീഹ്യങ്ങളും ഉണ്ട് അല്ലേ. ഒന്നുകൂടി ആപ്റ്റായിട്ട് നമ്മുടെ ബൂത്തി ഒക്കെ പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ റുബ്ബമാ റുസിഖൽ കറാമ, കറാമത്തിന് കറാമത്തി എന്ന പദം തന്നെ അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം തന്നെ വെച്ച് കൊടുക്കാം.
കറാമത്ത് നൽകപ്പെട്ടേക്കാം. അല്ലം തഖ്മുല്ലഹുൽ ഇസ്തിഖാമത്ത് പൂർത്തിയാകാത്ത ആൾക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ തസവുഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ സൂഫി പാതയുമായി ബന്ധപ്പെട്ടുള്ള ഒരു മുഅ്മിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹിക്മത്ത്, അതിൻ്റെ തത്വമാണ് പറഞ്ഞത്. ശുക്രൻ, ജസാക്കുമുല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.